من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മങ്ങളെയും ക്രമീകരിക്കാനുള്ള ഈമാനും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ ആദ്യ പകുതി വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് വിടവാങ്ങിയ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വിശുദ്ധ റമദാനിനെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ റമദാൻ വന്നെത്തുന്നതിന്റെ മുൻപ് റമദാനിൽ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് നാം വിചാരിച്ച കാര്യങ്ങൾ, അതിനോട് നീതി പുലർത്തി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റമദാൻ എന്നത് ഒരു ആരാധനയാണ്. മനുഷ്യന് കൂടുതൽ അടക്കവും ഒതുക്കവും ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധയും ഉണ്ടാകേണ്ട ഒരു മാസമാണ് റമദാൻ എന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത വെള്ളിയാഴ്ചക്ക് മുൻപ് ഇൻഷാ അല്ലാഹു ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകുകയാണെങ്കിൽ അവസാനത്തെ 10ലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കാനും ആരാധനകളിൽ മടിയില്ലാതെ അലസതയില്ലാതെ പൂർണ്ണമായി പങ്കെടുക്കാനുമൊക്കെ വിശ്വാസികൾ എന്ന നിലക്ക് നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. നോമ്പ് എന്നത് ഇസ്ലാം കാര്യങ്ങളിൽ 4ാമത്തേതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. 3ാമത്തേത് സക്കാത്താണ്. 1 ഷഹാദത്തും 2 നമസ്കാരവും 3 സക്കാത്തുമാണ്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇസ്ലാം കാര്യങ്ങളിൽ 4ാമതായി കൊണ്ടാണ് നോമ്പും 5ാമതായി കൊണ്ടാണ് ഹജ്ജും സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആ ക്രമത്തിൽ 3ാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നത് സക്കാത്താണ്. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നാം ആലോചിക്കുമ്പോൾ, അതിനെക്കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ, വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സിലേക്ക് ലഭിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്.
നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ഇടക്കിടക്ക് നാം ചിന്തിക്കാറുമുണ്ട്. എന്താണ് വിശ്വാസപരമായി എൻ്റെ അവസ്ഥ എന്ന്. അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചും നാം ചിന്തിക്കാറുണ്ട്. ഞാൻ 5 വക്ത് നമസ്കരിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ 5 വക്ത് നമസ്കരിക്കാറില്ലേ, 5 വക്ത് നമസ്കാരം എന്നത് നിർബന്ധമാണല്ലോ എന്ന് നമസ്കാരത്തെക്കുറിച്ചും നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാറുണ്ട്. നോമ്പിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. റമദാൻ മാസത്തിൽ മുസ്ലിം സമുദായം കൂടുതൽ അടക്കവും ഒതുക്കവും ആരാധനകളിൽ ശ്രദ്ധയുമൊക്കെ കാണിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ഹജ്ജ് നിർവഹിക്കുക എന്നതും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അങ്ങനെ ഹജ്ജ് ചെയ്യണം എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സക്കാത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷത്തെ സക്കാത്ത്, അതിന്റെ മുൻപത്തെ വർഷത്തെ സക്കാത്ത്, ഈ വർഷത്തെ സക്കാത്ത് എന്നൊക്കെ ആലോചിക്കുമ്പോ ഞാൻ സക്കാത്ത് നൽകേണ്ടവനാണോ അതല്ല ഞാൻ സക്കാത്ത് നൽകേണ്ടവനല്ലേ എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും ആലോചനയും നിർബന്ധമായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഞാനങ്ങനെ കുറെ പണമൊക്കെ ആളുകൾക്ക് കൊടുക്കാറുണ്ട്, അതൊക്കെ സക്കാത്തിൽ പെടില്ലേ, അല്ലെങ്കിൽ അതൊക്കെ സക്കാത്തിൽ പെടുത്തിക്കൂടെ എന്നൊക്കെ ഒരു കണക്കും കാര്യവുമൊന്നുമില്ലാതെ മുന്നോട്ടു പോയാൽ ഇത് അള്ളാഹുവിന്റെ മുൻപിൽ നാളെ പരലോകത്ത് വളരെ കൃത്യമായി മറുപടി പറയേണ്ട ഒരു വിഷയമാണ് എന്ന ധാരണ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റമദാനിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം നമ്മൾ എണ്ണിവെച്ച പണം നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് ആളുകൾ എത്തുമ്പോ അതിങ്ങനെ എടുത്തുകൊടുത്ത് അതുകൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല സക്കാത്ത് എന്ന് മുസ്ലിം സമുദായം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഈ സമുദായത്തിന് ഇത് മാനക്കേടാണ്. കാരണം ആളുകൾ നേരം വെളുത്ത് പ്രത്യേകമായ വേഷം ധരിച്ച് റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഇതര മതസ്ഥരായ ആളുകൾ വരെ ഇസ്ലാമിനെ കുറിച്ച് വിചാരിക്കുന്നത് ഈ ഒരു തരം ഇങ്ങനെ ഇരന്ന് നടക്കുന്ന, അതിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് സക്കാത്ത് എന്ന് വിചാരിക്കും. അപ്പൊ ഇതിനൊരു വ്യവസ്ഥയും ഇതിനൊരു സിസ്റ്റവും ഇസ്ലാം മുന്നോട്ട് വെച്ച ഒന്നുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. വിശുദ്ധ ഖുർആനിൽ 28 സ്ഥലങ്ങളിൽ നമസ്കാരത്തിന്റെ കൂടെയാണ് സക്കാത്ത് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഗൗരവം എത്രത്തോളമാണ്. നമസ്കാരത്തിന്റെ കൂടെ അഖാമുസ്സലാത്ത വ ആത്തുസ് സക്കാത്ത. മറ്റൊരു പ്രയോഗം വരാറുള്ളത് യുഖീമൂന സ്വലാത്ത വ യുഅ്തൂന സക്കാത്ത, ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാത്ത്. ഇതൊക്കെ ഖുർആനിൽ നമസ്കാരത്തിന്റെ കൂടെ സക്കാത്തുമായി ബന്ധപ്പെട്ടു വരുന്ന പ്രയോഗമാണ്. നിങ്ങൾ നമസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ വരുമാനത്തെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം. വരുമാനത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും വരവിനെ കുറിച്ചും ചിലവിനെ കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും ബിസിനസിനെ കുറിച്ചും ധാരണയില്ലാത്ത ഒരു മനുഷ്യന് ഈ ലോകത്ത് പോലും സാമ്പത്തികമായി ഉയരാൻ കഴിയില്ല. ഒന്നും കഴിയില്ല. ഞാൻ കുറെ കച്ചവടം ചെയ്യുന്നു, അതില് കുറെ കാര്യങ്ങൾ ചെലവഴിക്കുന്നു, കുറെ കാര്യങ്ങൾ ഇറക്കുന്നു, ഇങ്ങനെ ആരും കച്ചവടം ചെയ്യാറില്ല. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞുപോയല്ലോ. കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ അതിന് പ്രത്യേകമായ ക്ലാസ്സുകളും മോട്ടിവേഷണൽ ക്ലാസ്സുകളും ഒക്കെ ധാരാളമായി നടക്കാറുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വരവ് ചെലവിനെ കുറിച്ച് ഒരു മുസ്ലിം കൃത്യമായി അറിയണം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സിസ്റ്റം. നമുക്കത് അറിയണം. നമ്മുടെ വരുമാനം എത്രയാണ്, നമ്മുടെ വരവ് എത്രയാണ്, നമ്മുടെ ചിലവ് എത്രയാണ്, നമ്മുടെ കടം എത്രയാണ്, നമുക്ക് ലഭിക്കാനുള്ള കടം എത്രയാണ്, ഒരു വർഷത്തെ എന്റെ ആകെ വരുമാനം എത്രയാണ്, എന്റെ അടിസ്ഥാന ചിലവ് എത്രയാണ്, അത് കഴിഞ്ഞാൽ അതിന്റെ 2.5% എത്രയാണ് എന്ന് നമുക്കറിയണം. എന്ന് മാത്രമല്ല അത് നാം കൊടുക്കുകയും വേണം. സക്കാത്ത് എന്നത് കൊടുക്കേണ്ട ഒന്നുപോലുമല്ല, അത് വാങ്ങേണ്ട ഒന്നാണ്. പക്ഷേ ഒരു ഇസ്ലാമിക ഭരണകൂടമല്ലാത്തത് കൊണ്ട് നമ്മൾ അത് കൊടുക്കുക. ഇസ്ലാമിക ഭരണകൂടത്തിൽ അത് വാങ്ങുകയാണ് ചെയ്യുക. കാരണം വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം അങ്ങനെയാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. പ്രവാചകരെ, നീ അവരിൽ നിന്ന് അവരുടെ സക്കാത്ത് നീ വാങ്ങുക. ഖുദ് എന്നത് നിർബന്ധ പ്രയോഗമാണ്. അഖദ യഖുദു ഖുദ്നാൻ. ഖുദ് എന്ന് പറഞ്ഞാൽ നീ വാങ്ങുക എന്നതാണ്, അംറാൻ, കൽപ്പനയാണ്. നീ വാങ്ങണം. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. അവരിൽ നിന്ന് നീ സക്കാത്ത് വാങ്ങണം. എന്തിന്?
എന്തിനാണ് അവരിൽ നിന്ന് നീ സക്കാത്ത് വാങ്ങേണ്ടത്? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അവരെ ശുദ്ധരാക്കാനും അവരെ പരിശുദ്ധരാക്കാനും. അപ്പൊ എന്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്? നമ്മൾ പറയാറുള്ളത് പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്നതാണ്. അത് അതിന്റെ ഒരു ഭാഗമാണ്. ധനികരിൽ നിന്ന് വാങ്ങി ദരിദ്രരിലേക്ക് നിങ്ങളത് നൽകുക എന്നതാണ്. സക്കാത്ത് ഒന്നാമതായി നാം കൊടുക്കുന്നത് അതിനല്ല, നമ്മെ വിശുദ്ധീകരിക്കാനാണ്, നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനാണ്. സക്കാത്ത് കൂടിക്കലർന്ന സമ്പത്തിൽ യാതൊരുവിധ അനുഗ്രഹവും ഒരു മനുഷ്യൻ ഉണ്ടാകുകയില്ല എന്നത് ഇസ്ലാമിന്റെ പാഠമാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ശമ്പളത്തിൽ, നമ്മുടെ വരുമാനത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കൃഷിയിൽ, നമ്മുടെ സ്വർണത്തിൽ ഒരിക്കലും ഹറാമ് കലരാൻ പാടില്ല. അത് ഹലാലാകണം. ഓരോ വർഷവും ഹലാലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യവസ്ഥയാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ എന്നത്. അപ്പൊ നിർബന്ധമാണ്, നമ്മളത് കൂട്ടണം, നമ്മളത് കൊടുക്കണം. പലപ്പോഴും മുസ്ലിം സമുദായം കൊടുക്കുന്ന കാര്യത്തിൽ എത്രയോ മുന്നിലാണ്, കൊടുക്കാത്തവരല്ല നമ്മളാരും. പക്ഷേ സക്കാത്ത് എന്നത് കണക്കു കൂട്ടി കൃത്യമായി നിയ്യത്ത് വെച്ച് കൊടുക്കേണ്ട ഒന്നാണ്. അങ്ങനെ അവിടെ ഇവിടെയും കൊടുത്തു തീർക്കേണ്ട ഒന്നല്ല. നമ്മൾ രക്ഷപ്പെടണ്ടേ? നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാ വേണ്ടിയത്. അതിനാണ് ഞാൻ ഈ പറയുന്നത്, നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. കണക്കില്ലാത്ത കൊടുക്കലല്ല. ഇനി ഒരു വർഷത്തിനിടയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കുക, അത് കൃത്യമായി നമ്മൾ എഴുതി വെക്കണം. ഇത് സക്കാത്താണ് ഞാൻ കൊടുക്കുന്നത്. കാരണം നമുക്കിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നമ്മളാരും കൊടുക്കാത്തവരല്ല, വളരെ പാവപ്പെട്ട മനുഷ്യന്മാർ വരെ കൊടുക്കുന്നവരാണ്. അപ്പൊ കൊടുക്കുന്നത് സക്കാത്തിന്റെ നീയത്തിൽ കൊടുക്കുക, സക്കാത്തായി നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതല്ലെങ്കിലോ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. അങ്ങനെയാണ് ആ ആയത്തിന്റെ സ്റ്റാർട്ടിങ്. അങ്ങനെയാണ്. അതൊരു രസകരമായ തുടക്കമാണ്. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ശ്രേഷ്ഠതയായ സമ്പത്ത് ലഭിച്ചിട്ട് അത് പിശുക്കി വെക്കുന്നവർ ഒരിക്കലും അതൊരു വലിയ സംഭവമാണ് എന്നവർ വിചാരിക്കരുത്. അതൊരു വലിയ കാര്യമാണ് എന്ന് വിചാരിക്കരുത്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം പിശുക്കി വെക്കുക, എന്നിട്ട് വളരെ വിദഗ്ധമായി അതൊരു വലിയ കാര്യമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഹുവ ഖൈറൻ ലഹും, അതൊരു നന്മയാണ് എന്ന് വിചാരിക്കരുത്. ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് തിന്മയാണ്. അത് നന്മയല്ല, അത് തിന്മയാണ്. സക്കാത്ത് കൊടുക്കാതെ പണം ഇങ്ങനെ പൂഴ്ത്തിവെച്ച് അങ്ങനെ വെക്കുന്നത് നന്മയല്ല. അല്ലാഹു പറയാ, പിന്നെയോ തിന്മയാണ്. എന്താണ് തിന്മ? സയുതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്തെ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ഠാഭരണമാക്കി ഓരോ മനുഷ്യന്റെയും കഴുത്തിൽ അല്ലാഹു അണിയിക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്. ഇതൊക്കെ അവിടുന്ന് കാണാ. ഇയാൾ സക്കാത്ത് കൊടുക്കാത്ത ആളാ. ഒരുപക്ഷെ നമസ്കാരം ഉണ്ടാവും, വിശ്വാസം ഉണ്ടാകും, കർമ്മങ്ങളെല്ലാം ഉണ്ടാകും, പക്ഷെ സമ്പത്തിൽ പിശുക്കാണ്. അത് കൊടുക്കൂല. വലിയ പണിയാണല്ലോ ഈ അവനവൻ അധ്വാനിച്ചതാണ് ഈ കൊടുക്കുന്നത്. അത് കൊടുക്കാത്ത ആളുകളെ വേറെ കാണാ, കണ്ഠാഭരണമായി അണിയിക്കപ്പെടും. എന്നിട്ട് അല്ലാഹു പറയണം, വലില്ലാഹി മിറാത്തുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അനന്തരം അത് അല്ലാഹുവിനുള്ളതാണ്. സമ്പത്ത് മുഴുവൻ ആരുടെ അടുത്താ? അല്ലാഹുവിന്റെ അടുത്താണ്. എന്ന് കുറച്ചേ നമുക്ക് തന്നിട്ടുള്ളൂ, അതുകൊണ്ട് കൊടുത്തോളൂ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു അറിയുന്നല്ല, അറിയും എന്നതിനെ അലീം എന്നാ പറയാ. ഖബീർ എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മമായി നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങൾ സക്കാത്ത് കൊടുത്തോ, കൊടുത്തില്ലേ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിദഗ്ധമായി പൈശാചികമായ ചില വിചാരങ്ങളിലൂടെ, ചിന്തകളിലൂടെ അത് പൂഴ്ത്തി വെച്ചോ, അത് അല്ലാഹുവിന് അറിയാം എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ എവിടെ നാട്ടിൽ പാവങ്ങൾ എന്നതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കേസല്ല. നമുക്ക് സക്കാത്തുണ്ടോ, നമ്മൾ സക്കാത്ത് കൊടുക്കണം, നമ്മൾ സക്കാത്ത് കൊടുക്കണം. വളരെ പ്രയാസത്തോടെ ജീവിക്കുന്ന മനുഷ്യന്മാർ ഇന്നുമുണ്ട്. ആളുകൾ ചിലപ്പോൾ വിചാരിക്കും റേഷനരി എല്ലാ വീട്ടിലും കിട്ടുന്നില്ലെന്ന്. ഉണ്ട്, ശരി. റേഷനരി കൊണ്ട് രാവിലെ അതുകൊണ്ട് ദോശയുണ്ടാക്കി, ഉച്ചക്ക് ചോറുണ്ടാക്കി, വൈകുന്നേരം കഞ്ഞിയുണ്ടാക്കി നമ്മളൊക്കെ നമ്മുടെ മക്കൾക്കൊന്ന് കൊടുത്തു നോക്കി, എത്ര ദിവസം കഴിക്കും? എന്നും ചമ്മന്തി വരതി കഴിക്കൂലല്ലോ. നമുക്ക് കഴിക്കാൻ കഴിയുമല്ല, നമുക്ക് കഴിയാത്തൊന്നും പുതിയ കുട്ടികൾക്കും കഴിക്കാൻ കഴിയില്ല. അപ്പോ ആളുകൾക്ക് നല്ല ഭക്ഷണം വേണം, നല്ല സൗകര്യം വേണം. നമ്മളൊക്കെ എങ്ങനെ നോമ്പ് തുറക്കാറുള്ളത്?
നമ്മളെങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാറുള്ളത്, നമ്മളെങ്ങനെ വസ്ത്രം വാങ്ങാറുള്ളത്? ഇങ്ങനെയാണല്ലോ. നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങാൻ ഒരു കൂട്ടം 2000 രൂപയായി. സാധുവിന്റെ മക്കൾക്കോ അത് 700 രൂപ കൊണ്ട് എങ്ങനെയെങ്കിലും എടുത്തോളുന്നു. ആരാ പറയുന്നത്? നമ്മൾ തന്നെ പറയുന്നതാണ്. അവർക്ക് വസ്ത്രം വേണ്ടേ? യത്തീമിന് വസ്ത്രം വേണ്ടേ? മിസ്കീനിന് വസ്ത്രം വേണ്ടേ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ 1-2 യത്തീമേ ഉണ്ടാവുള്ളൂ. 1-2 യത്തീമേ ഉണ്ടാവുള്ളൂ. ആ യത്തീമിന് നമ്മൾ വസ്ത്രം എടുക്കുമ്പോൾ അവർക്കും വസ്ത്രം എടുക്കണ്ടേ? പാവപ്പെട്ടവർക്ക് വസ്ത്രം എടുക്കണ്ടേ? പാവപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ തുടങ്ങണ്ടേ? അതുകൊണ്ട് നമ്മുടെ അവകാശം നമ്മൾ കൊടുക്കണം. പലിശയുടെ വ്യവസ്ഥയല്ല വളർന്നു വരേണ്ടത്, ചൂഷണത്തിന്റെ വ്യവസ്ഥയല്ല വളർന്നു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തിൽ നിന്ന് അത് കണക്കു നോക്കി അതിന്റെ സക്കാത്ത് നൽകണം. അതിന് വലിയ പുണ്യവും പരിശുദ്ധിയും ഉണ്ടാകും. ചില ആളുകളൊക്കെ കച്ചവടത്തിൽ വളരെ ഉഷാറാകുക, ബാപ്പതൊക്കെ വളരെ കരുതി നോക്കി ബാക്കി വെച്ച സക്കാത്തൊക്കെ കൊടുത്ത കുറച്ച് പൈസ കൊണ്ട് തുടങ്ങിയതായിരിക്കും. നല്ല ഉഷാറായിട്ട് പോകുണ്ടാവും. കാരണം എന്താ? നല്ല സമ്പത്താണ്. പക്ഷെ മക്കൾക്കും ആ ചിന്ത വേണം. എന്ത്? എന്റെ ഉപ്പ എങ്ങനെ ഉണ്ടാക്കിയ മുതലാണ്, നല്ല മുതൽ, ആരെയും പറ്റിക്കാതെ, ആരെയും ചൂഷണം ചെയ്യാതെ, നേർക്ക് നേരെ സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി ചൂഷണമില്ലാതെ സക്കാത്ത് കൊടുത്തുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ അനുഗ്രഹം. അതുകൊണ്ട് മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, മോനെ കൃത്യമായി സക്കാത്ത് കൊടുക്കണം. ഗൾഫിലുള്ള മക്കൾക്ക് ഫോൺ ചെയ്യണം. പുതിയ തലമുറ കൊടുക്കാനേറെ താല്പര്യമുള്ളവരാണ്. രക്ഷിതാക്കൾ തടസ്സം നിൽക്കാതിരുന്നാൽ മതി. ഒക്കെ കൊടുക്കാൻ ചോദിക്കാന്നാ മതി. ഈ ഒക്കെ കൊടുക്കുക, ഞാൻ തന്നെ അത്യാവശ്യം കൊടുക്കണ്ട്, പിന്നെ ഇയും കൊടുക്കുക എന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കാന്നാ മതി. അവര് കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ സക്കാത്ത് കൊടുത്താലേ അതിന് നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും ഉണ്ടാകുകയും. ഇന്നത്തെ സക്കാത്തിന്റെ നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട, നമ്മുടെ കയ്യിൽ വരുന്ന ക്യാഷുമായി ബന്ധപ്പെട്ടതിന്റെ കണക്ക് 590 ഗ്രാം വെള്ളിക്ക് സമാനമായ, ആ വെള്ളിയുടെ സമാനമായ സമ്പത്ത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ചിലവ് കഴിഞ്ഞ് അയാളുടെ കയ്യിൽ ഉണ്ടായി 1 വർഷം പൂർത്തിയായോ ആ മനുഷ്യൻ സക്കാത്ത് കൊടുക്കണം. 590 ഗ്രാം വെള്ളിക്ക് സമാനമായതെന്ന് പറഞ്ഞ 1 ഗ്രാം വെള്ളിക്ക് 285 രൂപയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയോ ഉയർന്നു. അപ്പോൾ 1,68,150 രൂപയാണ്. ഇസ്ലാമിൽ ഉള്ളത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഇപ്പോൾ ഏകദേശം 1,68,150 രൂപയാണ്. അപ്പൊ ഒരു മനുഷ്യൻ അയാളുടെ അടിസ്ഥാന ചെലവ് ആദ്യം കണക്ക് കൂട്ടണം. അല്ലെങ്കിലോ നമ്മളൊക്കെ കടബാധ്യത ഉള്ളവനായിരിക്കും. ഇപ്പൊ ഒരു കടമില്ലാത്തവൻ സാധാരണക്കാരനായിരിക്കും. ഓൻ പറയും എനിക്കൊരു കടമല്ല. എന്താ അങ്ങനെ ജീവിക്കണം? ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ ഒരാളോ അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ കടണ്ടാകുക. അപ്പൊ ആരാ സക്കാത്ത് കൊടുക്കുക? അതുകൊണ്ടാണ് അടിസ്ഥാന ചെലവ്, ഒരു മനുഷ്യന്റെ ഭക്ഷണം, ഒരു മനുഷ്യന്റെ വസ്ത്രം, ഒരു മനുഷ്യന്റെ ചികിത്സ, ഇങ്ങനെയുള്ള അടിസ്ഥാന ചിലവ് നമ്മൾ ആദ്യം കണക്കൂട്ടുക. എത്രയാണ് എന്റെ അടിസ്ഥാന ചെലവ്? അപ്പൊ അത് വെച്ചൊരു ഇൻറ്റു 12 കൂട്ടിയാൽ കിട്ടിയില്ലേ? പിന്നെ നമ്മുടെ വരുമാനം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് ഈ തുക നമ്മുടെ കയ്യിലുണ്ടോ എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്താൽ മതി. അപ്പൊ എത്ര കുറഞ്ഞ പൈസ ഉണ്ടാവുള്ളൂ? ഒരു പക്ഷേ നമ്മളത് കൊടുക്കുന്നുണ്ടാവും പല ആവശ്യത്തിനും, പക്ഷെ സക്കാത്തിന്റെ നെയ്യത്തിൽ കൊടുത്തിട്ടുണ്ടാവില്ല. കുറഞ്ഞ പൈസയുള്ളൂ. 1,00,000-2,500 രൂപയാണ് നമ്മളോട്. അത് നമ്മുടെ അവകാശമല്ല, അത് പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, എന്ന് മതം സൂചിപ്പിക്കുന്നത്. പിശുക്കി വെക്കരുത്, അത് കൊടുക്കണമെന്നാണ്. ഇനി സ്വർണമാണോ? സ്വർണമാണെങ്കിൽ 1.5 പവൻ. ചില ആളുകൾക്കെങ്കിലും സ്വർണം എന്തിനെ ഇത്രത്തോളം വില കൂടിയത് എന്ന ചിന്ത അറിയാതെ മനസ്സിലേക്ക് വരിക സക്കാത്ത് കൊടുക്കാനുള്ള പൈസ കൂട്ടുമ്പോ മാത്രാണ്. ഇത്ര പൈസ സക്കാത്ത് കൊടുക്കണം. എന്തുകൊണ്ടാ? അത്ര പണം 1 പവൻ സ്വർണത്തിനുള്ളോണ്ടാ കൊടുക്കണത്. അവന്റെ കയ്യിൽ ആ സ്വർണ്ണുണ്ട്, 1.5 പവൻ സ്വർണം. ആ സ്വർണം ആരുടെ കയ്യിലാണോ ഉള്ളത് എങ്കിൽ 1.5 കഴിച്ചുള്ളതിനല്ല കൊടുക്കേണ്ടത്, 1 പവൻ മുതലുള്ളത് കൂട്ടണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏകദേശം 1 പവൻ എന്നതിന് 1,19,440 രൂപയാണ് ഏകദേശം ഇന്നത്തെ വില. ഇൻറ്റു 1.5 എത്ര രൂപ ഉണ്ടാവും? 15 പവനാണെങ്കിൽ ഏകദേശം 17,91,600 രൂപ ഉണ്ടാവും. അതിന്റെ 2.5% എത്രയാണ്? അത് കൊടുക്കണം ഒരാളുടെ ഉടമസ്ഥതയിൽ. ഒരു വാപ്പാക്ക് 2 മക്കളാണ്. 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. ആ വിവാഹം കഴിയാത്ത മക്കളുടെ 2 പേരുടെയും സ്വർണം എന്നത് 11 പവനുണ്ട്. അയാൾ 11 പവന്റെ സക്കാത്ത് കൊടുക്കണം. കാരണം അത് ബാപ്പാന്റെ ഉടമസ്ഥതയിലുള്ളതാണ്.
എന്നാൽ ഒരു മകളെ വിവാഹം കഴിപ്പിച്ചു പറഞ്ഞയച്ചു. അപ്പൊ മകള് പറയാണ് ഇതിന്റെ സ്വർണ്ണല്ല, ഇത് വാപ്പാന്റെ സ്വർണ്ണാണ്. വാപ്പ പറയണത് ഇതിന്റെ സ്വർണ്ണല്ല, ഇതെന്റെ മകളെ സ്വർണ്ണാണ്. അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് എന്റേതല്ല, എന്റെ ഭർത്താവിൻ്റെതാണ്. ഭർത്താവ് പറയും എന്റേതല്ല, ഓളതാണ്. അത് ആരുടേതെങ്കിലും ഒരാളുടേതാണ്, അത് അവളുടെ സ്വർണ്ണമാണ്. പെൺകുട്ടികൾ ചിന്തിക്കേണ്ടത് അത് ഉപ്പ നിങ്ങൾക്ക് തന്ന സ്വർണമാണ്. ആ സ്വർണത്തിന് ആര് സക്കാത്ത് നൽകണം? നിങ്ങൾ സക്കാത്ത് നൽകണം, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. കാരണം അത്രത്തോളം ഗൗരവമായിട്ടാണ് ഖുർആൻ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 10 പവൻ സ്വർണം ഇപ്പോൾ ഒരാളുടെ അടുത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ വരുമാനമുള്ളയാളാണ് അയാള്. അതങ്ങോട്ട് തലേ ദിവസം 2 പവൻ വിറ്റുകാണ്ട് തടി കഴിച്ചിലാക്കുന്ന പരിപാടിയാണെങ്കിൽ പടച്ചോൻ വേറെ പണി തരും. ഇത് റബ്ബ് തന്നതാണ്. 10 അല്ല 20 പവന് നമ്മൾ കൊടുക്കും. ഭർത്താവിന് 40 ലക്ഷം രൂപയുടെ അടിയന്തരമായ സർജറി വേണമെന്ന് പറഞ്ഞാൽ ഈ ഭാര്യ എത്ര പണ്ടമാണോ ഉള്ളത് അത് മുഴുവൻ കൊടുത്ത് സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ പൈസ കൊണ്ടേ കൊടുക്കും. കാരണം എന്താ? എന്റെ ഭർത്താവ് ഒന്ന് രക്ഷപ്പെടാൻ. ഒരു കുഴപ്പമില്ല, നമുക്ക് കിഡ്നി അള്ളാഹു നൽകിയതിന് കുഴപ്പമില്ല, കരളിന് കുഴപ്പമില്ല, ക്യാൻസർ ഇല്ല, ഒന്നുമില്ല, എക്സ്ട്രാ സ്വർണ്ണം അവിടെ ഉണ്ട്. അതിന് കൊടുത്തില്ലെങ്കിൽ വലിയ ശിക്ഷ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഖുർആൻ പറയുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ഇങ്ങനെ സംഭരിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവർ, ഫബശ്ശിറുഹും, പ്രവാചകരെ അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. കാരണം എന്താ? 15 പവൻ 20 പവൻ സ്വർണ്ണുണ്ട് എന്നാലോചിക്കുമ്പോൾ ഒരു സന്തോഷല്ലേ? എന്തായാലും ഒരു 20 പവൻ സ്വർണ്ണുണ്ട്, സന്തോഷ വാർത്ത അറിയിക്കുക. എന്തുകൊണ്ട്? സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ, നാളെ പരലോകത്ത് നരകത്തീ കൊണ്ട് അവരെ ചൂടുവെക്കുന്നതാണ്. ഫതുഖ്വാ ബിഹാ, അവരെ ചൂടുവെക്കും. ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, അവരുടെ നെറ്റിയിലും അവരുടെ മുതുകുകളിലും അവരുടെ പാർശ്വങ്ങളിലും അല്ലാഹു ചൂടുവെക്കും. തുക്കുവാനാണ്. അയൺ ബോക്സിന് അറബിയിൽ എന്താ പറയോ? മിക്വാത്ത് എന്നാണ് പറയാ. മിക്വാത്ത്, അയൺ ബോക്സ്. ഇവിടെ പ്രയോഗിച്ച പദം തുക്കുവ, അതിൽ നിന്നുണ്ടായതാ. തുക്കുവ, അള്ളാഹു ചൂടുവെക്കും. എന്നിട്ട് പറയും, ഹാദാ മാ കനസ്തും ലി അൻഫുസികും, ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച, നിങ്ങൾ നിധിയാക്കി വെച്ച സ്വർണമാണ്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, അതുകൊണ്ട് അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുണ്ടാകുമെന്നാണ്. അപ്പൊ 10.5 പവൻ സ്വർണമുണ്ടോ സക്കാത്ത് കൊടുക്കുന്നത് നിർബന്ധമാണ്, ഫർളൻ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ട്, നമ്മുടെ മരുമകൾക്ക് എത്രയുണ്ട്, നമ്മുടെ മകൾക്ക് എത്രയുണ്ട്. ഫോൺ വിളിച്ചു വാപ്പ പറയണം, മോളെ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം അല്ലട്ടോ, വാപ്പാന്റെ കുട്ടിക്ക് ഇത് തന്നതാണ്, വാപ്പാന്റെ കുട്ടി ഇത് കൊടുക്കണം. ഭർത്താവ് ഭാര്യയോട് പറയണം, 1 വർഷമായി നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ട്, 5 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കണം. ഒരു സ്ത്രീ ചോദിച്ചെന്തെന്നറിയോ? എനിക്കിത് അറിയില്ലായിരുന്നു സക്കാത്തിനെ കുറിച്ചുള്ള ഇതിന്റെ മഹാത്മ്യവും പ്രാധാന്യവും, ഇത് ഫർളാണെന്നുള്ളത്. ഞാനിത് കുറെ കാലം കൊടുത്തിട്ടില്ല, എന്റെ കയ്യിൽ ഇപ്പൊ സ്വർണ്ണമല്ല, പക്ഷെ കുറച്ചു കാലം സ്വർണ്ണം ഉണ്ടായിരുന്നു. ആ കാലത്തെ വില നിശ്ചയിച്ച് അതിന് സക്കാത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതിന് പഴുതില്ല, ഇതിന് പഴുതില്ല. ഇത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കീപ്പട്ടക്ക് അതിന്റെ കണക്ക് പോരാ. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും കൃത്യമായ കണക്കാണ് 10.5 പവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും ആനുകൂല്യവും ഇത്രയും കാഴ്ചപ്പാടുകളും ഈ വിഷയത്തിൽ ഇസ്ലാം നമുക്ക് തന്നു. കച്ചവടമാണോ? നാം നമ്മുടെ കടയിലുള്ള സ്റ്റോക്ക്, ആ സ്റ്റോക്കും നമ്മുടെ കയ്യിലുള്ള പണവും നമുക്ക് കിട്ടാനുള്ള പണവും നാം കൂട്ടുക. ഒന്ന് നമ്മുടെ കടയിലുള്ള സ്റ്റോക്ക്, വേറൊന്നിനും വേണ്ട. അതിന്റെ ഫർണിച്ചർ, ഷെൽഫ്, അതുമായി ബന്ധപ്പെട്ട വാഹനം, കടയുടെ കെട്ടിടം, ഇതിനൊന്നും സക്കാത്തില്ല. നമ്മുടെ കടയിൽ നിലവിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ, നമ്മുടെ അക്കൗണ്ടിലും കയ്യിലുമായി എത്ര പണമുണ്ട്, അതുപോലെ നമുക്ക് കിട്ടാനുള്ള പണം എത്രയുണ്ട്. ഇതൊന്ന് കൂട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കൊടുക്കേണ്ട കടങ്ങൾ കുറച്ച്, അതുപോലെ തന്നെ അടിയന്തരമായ ബാധ്യതകൾ, അതാണ് കൊടുക്കേണ്ടത്, അതുകൊണ്ട് കുറച്ചിട്ട് എത്രയുണ്ടോ അതിന്റെ 2% സക്കാത്തിന് കൊടുക്കണം.
റമദാൻ വരുന്നതിന്റെ മുൻപ് വളരെ ചെറിയ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ഒക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുക. അപ്പൊ ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഞാൻ സ്റ്റോക്ക് എടുപ്പാണ്. ചെറുതേ ഉള്ളൂ, കുറച്ച് പൈസ സക്കാത്ത് കൊടുക്കാണ്ടാവുള്ളൂ. പക്ഷെ അത് കൊടുത്തിട്ടില്ലെങ്കിലോ? ആ കാഴ്ചപ്പാട് ഒരു മുസ്ലിമിന് വേണം. എന്റെ കയ്യിൽ ഒരു വർഷം ഇതാ റമദാനിനാണ് ഞാൻ സക്കാത്ത് കൊടുക്കാറുള്ളത്. റമദാനിന് സക്കാത്ത് കൊടുക്കണമെന്നില്ല, പക്ഷെ സാധാരണ റമദാനിലാണ് ആളുകൾ കൊടുത്തു പോകാറുള്ളത്. ഓരോ റമദാൻ വരുമ്പോഴും ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്, എന്റെ കയ്യിൽ, എന്റെ അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്ന് നോക്കി കിട്ടാനുള്ള പണം എത്രയുണ്ട്. ഒരാൾക്ക് അയാളുടെ കണക്ക് കിട്ടി. ഓരോ വർഷവും അയാൾ കണക്കെടുപ്പ് നടക്കുകയാണ്. ഒരു സംശയമല്ല, സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും തുലയുകയില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു. മനുഷ്യന്റെ സാമ്പത്തികമായ അവസ്ഥ, മനുഷ്യന്റെ ഉപജീവനം അത് വിശാലമാക്കി കൊടുക്കുന്നതും അത് കുടുസാക്കി കൊടുക്കുന്നതും അല്ലാഹുവാൻ. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ ഒന്നും തന്നെ ചിലവഴിക്കുന്നില്ല, ഫഹുവ യഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. ഒരു രൂപ ചെലവഴിക്കുന്നില്ല, അതിന്റെ കൂടെ നിങ്ങൾക്ക് ധാരാളമായി തരാതെ എന്ത് കൊടുക്കുന്നുണ്ടോ അതിലേറെ തരും. വഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹുവാണ് ധാരാളമായി നൽകുന്നവൻ എന്നാണ്. അപ്പൊ കച്ചവടത്തിന്റെ സക്കാത്ത് നാം ശ്രദ്ധിക്കണം. കൃഷിയുടെ സക്കാത്ത്, റബ്ബർ, കുരുമുളക്, അടക്ക, തേങ്ങ, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് 600 കിൻഡൽ അരിക്ക് എത്രയാണ് വില എന്ന് കൂട്ടുക. 600 കിൻഡൽ അരിക്ക് ഇപ്പോഴെത്രയാണ് മാർക്കറ്റിൽ വില? ആ വിലക്ക് സമാനമായ അടക്ക, കുരുമുളക്, തേങ്ങ, റബ്ബർ ഇതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എങ്കിൽ അതിന്റെ 5-10%. അങ്ങനെ പറഞ്ഞാൽ ഫീമാ സഖത്തിസ് സമാഉ വൽ ഉയൂനു ഔ കാന അഥരിയൻ അൽ ഉശ്റ, മഴവെള്ളം അല്ലെങ്കിൽ ഉറവുജലം അല്ലെങ്കിൽ സ്വാഭാവികമായി വളരുന്നതാണോ എങ്കിൽ 10%. മഴവെള്ളം മതി അല്ലെങ്കിൽ ഉറവ് വെള്ളം മതി, സ്വാഭാവികമായി വളരുന്നതാണ് 10%. എന്നാൽ വെള്ളം തേവി നനച്ചും അതിന് പരിശ്രമിച്ചും അതിനെ വളമിട്ടും ഒക്കെ വളരുന്നതാണോ എങ്കിൽ 5%. അപ്പൊ ഒരാൾ കൂട്ടുക, എത്രയുണ്ട്? ഇത്ര പിന്നെ ഈ വർഷത്തിൽ തേങ്ങയിട്ടു, എത്ര രൂപയുണ്ട്? 600 കിൻഡൽ അരിക്ക്, 1 കിൻഡൽ അരിക്ക് എത്രയെന്ന് കൂട്ടുക, ഇൻറ്റു 600, അതിന് സമാനമായതുണ്ടോ എങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. വളരെ വളരെ സത്യത്തിൽ ഏറ്റവും സുഖകരമായ വിഷയമാണ് സക്കാത്ത്. പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 590 ഗ്രാം വെള്ളിക്ക് സമാനമായ ക്യാഷ് ഉണ്ടോ, സക്കാത്ത് കൊടുക്കണം. 1.5 പവൻ സ്വർണമുണ്ടോ, സക്കാത്ത് കൊടുക്കണം. ഒരു മനുഷ്യന്റെ കച്ചവടം, സ്റ്റോക്കും അയാൾക്ക് കിട്ടാനുള്ള പണവും പിന്നെ അതിൽ നിന്ന് അയാൾക്ക് കൊടുക്കാനുള്ള പണം ഒഴിവാക്കി ബാക്കി 2% കൊടുക്കണം. കൃഷിയാണോ 5-10 കൊടുക്കണം. വളരെ സുഖകരമാണ് സക്കാത്തിന്റെ കണക്ക്. പക്ഷെ ഇത് എത്ര കേട്ടാലും സംശയമായിരിക്കും. കൊടുക്കാനുള്ള സംശയമാണോ? അൽഹംദുലില്ലാ. കൊടുക്കാതിരിക്കാനുള്ള സംശയമാണോ? അള്ളാഹുവിനെ നാം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുകൊണ്ട് സക്കാത്ത് എന്നത് നിർബന്ധമാണ് എന്ന ബോധ്യത്തോടെ നാം കൊടുക്കേണ്ട ഒന്നാണ്. എങ്കിലേ അതിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാവും. നമുക്ക് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിന് പോരാ, 2 വർഷത്തിന് കച്ചവടം പോരാ. നമ്മുടെ കച്ചവടം നിർത്തി നമ്മുടെ മക്കള് കച്ചവടം തുടങ്ങണമെന്ന് നമുക്ക് ശരിക്കും കാണണം. മരണം വരെ, മരണാനന്തര ജീവിതത്തിലും സന്തോഷം വേണം. കുടുംബ പ്രശ്നങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, സമ്പത്ത് കൊണ്ട് പരീക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യം ഏറെ ശ്രദ്ധയുള്ള ആളുകളാവുക. നമ്മുടെ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സക്കാത്ത് സെല്ലുണ്ട്. നമ്മളിവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് അതെത്തും. അതാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. ശരിക്കിന് ഇടയിൽ ഒരു കൈ വേണം. നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോ അതെന്തോ ഒരു ഔദാര്യം പോലെ ആളുകൾക്ക് തോന്നും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഔദാര്യം പോലെ നമുക്ക് തോന്നും. വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ കൊടുക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ. എന്നാൽ കാര്യമായ ഒരു സഹകരണം, ഒരു മഹല്ല് സംവിധാനം എന്ന നിലക്ക് നാം അതിലേക്ക് നൽകി ആ കാര്യം നാം ശ്രദ്ധിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.